വൈറ്റ് ഹൗസിലെ ട്രേഡ് ആൻഡ് മാനുഫാക്ചറിംഗ് സീനിയർ കൗൺസിലർ പീറ്റർ നവാരോ ബ്രാഹ്മണരുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ കടുത്തതായി വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ ജനതയുടെ ചെലവിൽ ലാഭം കൊയ്ത്തുണ്ട്, അത് നിർത്തണം എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പ്രസ്താവിച്ചതോടെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിരിക്കുകയാണ്. നവാരോയുടെ പ്രസ്താവനകൾ ഇന്ത്യൻ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കും രാജ്യത്തിന്റെ അന്താരാഷ്ട്ര സാമ്പത്തിക ഇടപാടുകൾക്കും പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. വിപുലമായ വാണിജ്യ ബന്ധങ്ങൾ, രാജ്യാന്തര എണ്ണ കമ്പനികളുമായുള്ള ഇടപാടുകൾ, ട്രേഡ് പോളിസികൾ എന്നിവയെ സംബന്ധിച്ചവയാണ് അദ്ദേഹം പ്രധാനമായും വിമർശിക്കുന്നത്. നവാരോയുമായുള്ള അഭിമുഖത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മികച്ച നേതാവാണ് എന്ന കാര്യം അദ്ദേഹം വ്യക്തമായി അംഗീകരിക്കുകയാണ്. എന്നാൽ മോദി എങ്ങനെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായും സഹകരിക്കുന്നു എന്നത് അദ്ദേഹം വ്യക്തമാക്കുന്നില്ലെന്നും അദ്ദേഹം പറയുകയാണ്. ഈ പ്രസ്താവന ഇന്ത്യയുടെ അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ സങ്കീർണതയും സമകാലിക ജിയോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾക്കിടയിൽ ഇന്ത്യൻ നയങ്ങൾ എത്ര പ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്നും വിശദീകരിക്കാൻ സഹായിക്കുകയാണ്. ലോകത്തിൻ്റെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ജനങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എങ്ങനെ റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി സഹകരിക്കുന്നു എന്ന് വിശദീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. നവാരോ പറയുന്നു, ഈ പ്രസ്താവന ജനങ്ങൾക്ക് അവരുടെ സാമ്പത്തിക നികുതി, ട്രേഡ് നയം, ആഗോള ഇടപാടുകൾ എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്ന ഒരു മുന്നറിയിപ്പായി കാണാവുന്നതാണ്. വിപുലമായ അന്താരാഷ്ട്ര വ്യാപാര മേഖലയിൽ US-ഇന്ത്യ ബന്ധത്തിന്റെ അടുത്തിടെ ഉണ്ടായ പ്രതിസന്ധി നവാരോയുടെ പ്രസ്താവനകൾക്ക് കൂടുതൽ ശക്തി പകരുന്ന ഒന്നാണ്. ട്രേഡ്, താരിഫ്, എക്സിറ്റ്, ഇമ്പോർട്ടഡ് മാർക്കറ്റുകൾ എന്നിവയ്ക്ക് വന്ന മാറ്റങ്ങൾ US ഭരണകൂടത്തിന്റെ വ്യവസായ സംവരണങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ഈ സാഹചര്യത്തിൽ നവാരോ ഇന്ത്യയെ ലക്ഷ്യമാക്കി നടത്തുന്ന വിമർശനങ്ങൾ വ്യാപാര രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടുതൽ സാരമായ ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യക്ക് മേൽ 50% താരിഫുണ്ട്, എന്നാൽ ചൈനയ്ക്ക് മേൽ 50%-ത്തിൽ അല്പം കൂടുതലുണ്ട്. എന്താണ് സംഭവിച്ചത്? നവാരോ ചോദിക്കുന്നു. ഈ ചോദ്യത്തിലൂടെ ഇന്ത്യയുടെ ട്രേഡ് പോളിസികൾ രാജ്യാന്തര വിപണികളിൽ എത്ര നിരക്കുള്ള പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുവെന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. ഇന്ത്യയുടെ വാണിജ്യ മേഖലയിലെ ബ്രാഹ്മണ വിഭാഗം സാമ്പത്തിക ലാഭം ലക്ഷ്യമിട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിക്കുകയാണ്. നവാരോ വിശദീകരിച്ചതുപോലെ റഷ്യൻ റിഫൈനറികൾ ഇന്ത്യയിലെ വൻകിട എണ്ണ കമ്പനികളുമായി ചേർന്ന് രാജ്യാന്തര വിപണിയിൽ വലിയ സാമ്പത്തിക ലാഭം കൊയ്യുകയാണ്. ഈ ഇടപാടുകൾ ക്രൂഡ് ഓയിൽ വ്യവസായത്തിനും രാജ്യത്തിലെ എക്സ്പോർട്ട് ഇമ്പോർട്ട് സാമ്പത്തിക സാന്ദ്രതയ്ക്കും വലിയ സ്വാധീനം ചെലുത്തുന്നവയാണ്. അദ്ദേഹം അവകാശപ്പെടുന്നത് ഈ ഇടപാടുകൾ ജനങ്ങളുടെ സാമ്പത്തിക നേട്ടത്തിനും രാജ്യാന്തര സാമ്പത്തിക നിലപാടുകൾക്കൊപ്പവുമല്ല എന്ന് തന്നെയാണ്. മോദി ഭരണകൂടം റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിൽ ചില ഇളവുകൾ നൽകുന്നതിലൂടെ ഇവ ഇന്ത്യയിൽ വൻതോതിൽ ശുദ്ധീകരിക്കപ്പെടുകയും യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ എന്നിവിടങ്ങളിലേക്ക് ഉയർന്ന വിലയിൽ വിൽക്കുകയും ചെയ്യുന്നു. ഈ ഇടപാടുകളിൽ സംഭവിക്കുന്ന ലാഭം ഉപഭോക്താക്കളുടെ ചെലവിലും രാജ്യത്തിന്റെ സാമ്പത്തിക നിലവാരത്തിലും നേരിട്ട് പ്രതിഫലിക്കുന്നവയാണ്. നവാരോ അഭിപ്രായപ്പെടുന്നത് ബ്രാഹ്മണ വിഭാഗം ഇന്ത്യയിലെ ജനങ്ങളുടെ നികുതി, ചെലവ് എന്നിവ ഉപയോഗിച്ച് സാമ്പത്തിക ലാഭം മാത്രമേ ലക്ഷ്യമിടുന്നുള്ളൂ എന്നാണ്. ഇത് ഇന്ത്യൻ ജനതയുടെ ലാഭമാണ്, അതിനെയാണ് ഇവർ ഈ രീതിയിൽ അപഹരിച്ചെടുക്കുന്നത്. പീറ്റർ നവാരോ മുമ്പും വിവാദ പ്രസ്താവനകൾ നടത്തി മുൻപോട്ട് വന്നിട്ടുണ്ട്. യുക്രൈൻ സംഘർഷത്തെ മോദിയുടെ യുദ്ധം എന്നും സമാധാനത്തിലേക്കുള്ള പാത ഇന്ത്യയിലൂടെ കടന്നു പോകുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു മുൻപ്. ഇത്തരം പ്രസ്താവനകൾ ഇന്ത്യയുടെ അന്താരാഷ്ട്ര സ്ഥാനം, സുരക്ഷാ നയങ്ങൾ, ട്രേഡ് ഇടപാടുകൾ എന്നിവയെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര ശ്രദ്ധ വർദ്ധിപ്പിക്കുകയാണ്. വ്യക്തിപരമായ വിമർശനങ്ങൾ, ട്രേഡ്, സാമ്പത്തിക നയങ്ങൾ, അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്നിവ ചേർന്നാണ് നവാരോ പ്രസ്താവനകളിലൂടെ പുതിയ വിവാദങ്ങൾ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ രാഷ്ട്രീയ സാമ്പത്തിക നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ വിശകലനം ചെയ്യപ്പെടുന്ന ഈ സമയത്ത് ഈ പ്രസ്താവനകൾ വളരെ പ്രാധാന്യപ്പെട്ടവയാണ്. എന്താണ് ഇന്ത്യയിൽ നടക്കുന്നത് എന്ന ചോദ്യത്തോടൊപ്പം നവാരോ ഇന്ത്യയിലെ സാമ്പത്തിക ഇടപാടുകൾ, വ്യാപാര നയങ്ങൾ എന്നിവ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വിശദീകരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വിമർശിക്കുന്നത് ചില വിദേശ ഇടപാടുകൾ ബ്രാഹ്മണ വിഭാഗം മുഖേന ജനങ്ങളുടെ ലാഭം ഹാനികരമായ രീതിയിൽ ലാഭത്തിലേക്ക് മാറ്റപ്പെടുന്നു എന്നത് തന്നെയാണ്. നവാരോയുടെ നിലപാട് ഇന്ത്യൻ ആഭ്യന്തര സാമ്പത്തിക നയങ്ങൾക്കൊപ്പം രാജ്യാന്തര ഇടപാടുകൾ, വിദേശ നയങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദമായ അനാലിസിസ് നൽകുന്നവയാണ്. ഇത് അമേരിക്കയുടെ മുതിർന്ന ഉദ്യോഗസ്ഥനാൽ വരുന്ന നിർദ്ദേശമായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വ്യാപകമായി പുറത്തുവിടുകയും ചെയ്യുന്നുണ്ട്. ട്രംപ് ഭരണകാലത്ത് US-ഇന്ത്യ ട്രേഡ് നയങ്ങൾ പലപ്പോഴും ഇന്ത്യക്ക് വെല്ലുവിളിയാവുകയും പരിഹാരത്തിനായി അന്താരാഷ്ട്ര ഇടപാടുകളിലും സാമ്പത്തിക ഇടപെടലുകളിലും മാറ്റം വരുത്തേണ്ട സാഹചര്യവും സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു. നവാരോയുടെ ഈ പ്രസ്താവനകൾ ഈ പശ്ചാത്തലത്തെ
കൂടുതൽ സാരവൽക്കരിക്കുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിന്റെ നേതാവ് എങ്ങനെ റഷ്യ, ചൈന എന്നിവരുമായി സഹകരിക്കുന്നു എന്ന അദ്ദേഹത്തിന്റെ ചോദ്യത്തോടൊപ്പം ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ സങ്കീർണതയും ആഗോള രാഷ്ട്രീയ സാഹചര്യങ്ങളിലെ പ്രതിസന്ധികളും വ്യക്തമായി ചൂണ്ടിക്കാണിക്കുകയാണ് അദ്ദേഹം.